ലോകകപ്പ് ഇപ്പോൾ ലോകം തന്നെ ഒരു ഫുട്ബോളിൻ്റെ ഒരു ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. ലോകം തന്നെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത്ര ആവേശമാണല്ലോ. ലോകത്തൊക്കെ ഉറക്കില്ലാത്ത രാത്രികളാണ്. ഇപ്പോൾ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രിയാണ് ഫുട്ബോൾ. കാരണം എന്താ അറിയോ? ഇല്ല, ഇന്ത്യയും ഈ കോൺകാഫ് രാജ്യങ്ങളാണ് അമേരിക്ക, മെക്സിക്കോ, കാനഡ. അവിടെ ഇന്ത്യയും ഓലുമായിട്ട് 12-13 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് ഇന്ത്യ ആയിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പേര്. അടുത്ത വൈകുന്നേരത്തെ കളി ഇപ്പോൾ നേരം വെളുക്കുമ്പോഴേ കിട്ടുള്ളൂ. അങ്ങനത്തെ പ്രശ്നമുണ്ട്. ലോകകപ്പ് ആവേശത്തിലേക്ക് പോയി. 4 വർഷത്തിൽ നടക്കുന്ന കളിയാണ്. പിന്നെ അത് മാത്രമല്ല, ഇഷ്ടപ്പെട്ട ആരാധകർ ടീമുകൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അർജന്റീന, പോർച്ചുഗൽ, സ്പെയിന്, അതേമാതിരി പിന്നെ അവിടെ നെതർലാൻഡ്സ്, പിന്നെ ഇംഗ്ലണ്ട് ഒക്കെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ നോക്കൗട്ട് മത്സരം വരുന്നത് അത് ഏത് ടെൻഷൻ ഉണ്ടായിട്ടും കാര്യമില്ല. ഒരൊറ്റ ദിവസത്തെ കളിയാണ്. അത് വിധി നിർണ്ണയിക്കും. എക്സ്ട്രാ ടൈമിലേക്ക് പോകും, ടൈം ബേക്കറിൽ പോകും. മികച്ച ഗോൾ കീപ്പർമാരാരാ ഓല് രക്ഷപ്പെടാം ടൈം ബേക്കർ വന്നാൽ. അത്രേ ഉള്ളൂ. അതിലിപ്പോൾ ഞാൻ ഇല്ലായിട്ട് പറയല്ല, മികച്ച ഒരു ഗോൾ കീപ്പറായിട്ട് കാരണം എക്സ്ട്രാ ടൈമിലേക്ക് പോയാൽ രക്ഷപ്പെടും. എമിലിയാനോ മാർട്ടിനസ് എന്ന് പറഞ്ഞ അർജന്റീന ഗോൾ കീപ്പർ എതിരാളികൾ ഭയപ്പെടും. കാരണം അത്രയും പിന്നെ ടൈം ബേക്കർ പിടിക്കാനുള്ള വിദഗ്ധനായ ഗോൾ കീപ്പറാണ്. ഖത്തർ ലോകകപ്പ് നമ്മൾ കണ്ടതാണ്. അർജന്റീന ചാമ്പ്യന്മാരാക്കാൻ മുഖ്യ പങ്ക് വെച്ചത് എമിലിയാനോ മാർട്ടിനസ്. ഒരുപാട് ടൈം ബേക്കറെ രക്ഷപ്പെടുത്തി വിദഗ്ധനായ ഒരു ഗോൾ കീപ്പറാണ്. പിന്നെ ആ ഒരു കഴിവാണ്. അതേമാതിരി ലോകകപ്പിലേക്ക് കടക്കുകയാണ്, 2ാം റൗണ്ടിലേക്ക് കടക്കുകയാണ്. കടുത്ത പോരാട്ടം ഞാൻ നടക്കാൻ പോണത്. സ്പെയിനായാലും സ്പെയിന് കുറച്ചൊരു വീക്കുണ്ട്. അപ്പോൾ കോച്ച് വിടവിലിയെത്തി ജമാൽ വില്യംസും ഇറക്കി വിടവിലിയെത്തുന്നതാണ് പ്രതീക്ഷ. ഇംഗ്ലണ്ട് ഭാഗ്യം കുറഞ്ഞ ടീമാണ്. അതേമാതിരി ഭാഗ്യം കുറഞ്ഞ ടീമാണ് നെതർലാൻഡ്സ്. 78-ൽ യോഹാൻ ക്രൈഫ് എന്ന് പറഞ്ഞ ഒരു കളിക്കാരുണ്ടായിനി ലോകം കണ്ടേ. അന്ന് പോലും നെതർലാൻഡ്സിന് കിരീടം നേടാൻ കഴിഞ്ഞില്ല. ഇപ്പോഴും കളിയില്ല. 66ലാണ് ഇംഗ്ലണ്ട് കിരീടം നേടി. 66. അതിന് ശേഷം ബ്രിട്ടനും ഒരു കിരീടം നേടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഭാഗ്യം തുണക്കുന്ന പ്രതീക്ഷിക്കണം. ഉഷാറാക്കുക ലോകകപ്പ്.